ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷ് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല കട്ട തൈരാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് വെള്ളം മാത്രം ചേർത്ത് ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഉടയുന്ന പോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു നുള്ള ജീരകം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഈ കാണുന്ന പോലെ നന്നായിട്ട് ഉടച്ചുടച്ചുടച്ച് ഒട്ടും കട്ടയില്ലാത്ത പോലെ നമുക്കങ്ങ് സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല കട്ട തൈര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. പുളിയില്ലാത്ത ഈ കട്ട തൈര് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയ ശേഷം, നന്നായിട്ട് ലൂസാവരുത്, ഒരിത്തിരി ലൂസാക്കി നമുക്കിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ തൈരിൻ്റെയൊക്കെ കട്ടകളൊക്കെ പോകുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം എന്നിവ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നേരത്തെ പോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാത്തിലേക്കൊന്ന് പിടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം താഴേക്ക് വാർത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് നേരത്തെ തൈരിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മല്ലിയില അതും കൂടി ഒന്ന് പിച്ചി ചീന്തി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് ലാസ്റ്റാണ് കേട്ടോ, പാകം നോക്കി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് വേണം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒന്നും ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേണം നമ്മൾ പാകത്തിന് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് അടിപൊളി ഡിഷാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.